ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്കറിയാം CSEBയുടെ അക്കൗണ്ടൻസി ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ സീരീസിൻ്റെ കുറച്ച് അധികം ക്ലാസ്സുകൾ എടുത്തു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ദെൻ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജേണൽ ആണ് പറഞ്ഞത്. ജേണലിന്റെ പോയിന്റുകൾ എന്താണ്, ജേണൽ എങ്ങനെ എഴുതാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജേണൽ കഴിഞ്ഞാൽ അടുത്തത് എന്ത്, അതായത് ജേണൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ലെഡ്ജർ. ജേണൽ കഴിഞ്ഞാൽ അടുത്തതാണ് ലെഡ്ജർ. എന്താണ് ലെഡ്ജർ നമുക്ക് നോക്കാം. ദ ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. അതായത് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പൽ ബുക്കാണ് എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. അക്കൗണ്ടൻസിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പൽ ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് അക്കൗണ്ട്സ് വേർ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദാറ്റ് അക്കൗണ്ട് ആർ റെക്കോർഡഡ്. അതായത് ജേണലിൽ വിവിധ തരങ്ങളായ റെക്കോർഡിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടാവും. ആ റെക്കോർഡിങ്ങിനെയൊക്കെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്തുകൊണ്ട്, ഓരോന്നിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് എവിടെ, ലെഡ്ജറിൽ. അതായത് ജേണലിൽ ക്രിയേറ്റ് ചെയ്ത ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഇങ്ങനെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ ഗ്രൂപ്പിംഗ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ചെയ്യുക, പർച്ചേസിൽ വന്നത് ഒരു ഗ്രൂപ്പ് ചെയ്യുക, ദെൻ ബാങ്കിൽ വന്നത് ഒരു ഗ്രൂപ്പ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയതിനൊക്കെ ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാം. എവിടെ വെച്ചാണ്, ലെഡ്ജറിൽ വെച്ചതാണ്. ഏതൊക്കെ ഉണ്ടാവും, അതായത് നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ക്യാഷ് അക്കൗണ്ട്, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ എവിടെ ചെയ്യുന്നത്, നമ്മൾ ലെഡ്ജറിൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ലെഡ്ജറിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ലെഡ്ജർ അക്കൗണ്ട് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ടിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതാണ് T ഫോർമാറ്റ് എന്ന് പറയും. അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫോർമാറ്റാണ് T ഫോർമാറ്റ്. T ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് വരയ്ക്കുക. അതും ഇതേപോലെ തന്നെ ലെഡ്ജറും എങ്ങനെയാണ്, T ഫോർമാറ്റിലാണ് വരയ്ക്കുന്നത്. ഇവിടെയാണ് നമുക്ക് T ഫോർമാറ്റ് കണക്കാക്കുക അല്ലേ. ഇവിടെയാണ് ഇവിടെ T ഫോർമാറ്റ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുക. നമ്മൾ സാധാരണ ജേണൽ എൻട്രി നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെ ഒരു സൈഡാണ് ഡെബിറ്റ്, മറ്റൊരു സൈഡാണ് ക്രെഡിറ്റ്. അത്ര മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. എന്തൊക്കെയായിരിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ ആദ്യം തന്നെ നെയിം ഓഫ് ദ അക്കൗണ്ട് ആണ്. നമ്മൾ ഏത് അക്കൗണ്ട് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ നെയിം, അഥവാ ക്യാഷ് അക്കൗണ്ട് ആയിരിക്കാം, ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കാം, ബാങ്ക് അക്കൗണ്ട് ആയിരിക്കാം. ഇങ്ങനെ ഏതാണോ അക്കൗണ്ട് ആ അക്കൗണ്ടിന്റെ നെയിം ആണ് അവിടെ എഴുതേണ്ടത്. ദെൻ നമ്മുടെ ആ ലെഡ്ജറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ ഡെബിറ്റ് ഉണ്ട്, ദെൻ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. അതേപോലെ തന്നെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. നമുക്ക് ഓരോരോ കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ദെൻ ആദ്യത്തെയാണ് ടൈറ്റിൽ ഓഫ് ദ അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഏത് അക്കൗണ്ട് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഏത് അക്കൗണ്ട് ആണോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ടിന്റെ പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് എന്നോ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നോ, ബാങ്ക് അക്കൗണ്ട് എന്നോ, അങ്ങനെ ഏത് അക്കൗണ്ട് ആണോ ആ അക്കൗണ്ടിന്റെ നെയിം ഇവിടെ കൊടുക്കുന്നതിന് നമ്മൾ ടൈറ്റിൽ ഓഫ് ദ അക്കൗണ്ട് നമ്മൾ പറയും. ദെൻ അടുത്ത് നമ്മൾ പറയാറുണ്ട് എന്താ, അവിടെ നമ്മൾ സൂചിപ്പിക്കും, അവിടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആ T ഫോർമാറ്റിൽ വരുന്ന സമയത്ത് അതിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ DR അഥവാ ഡെബിറ്റ് നമ്മൾ കൊടുത്തു, ഈ സൈഡിൽ നമ്മൾ എന്ത് കൊടുത്തു, ക്രെഡിറ്റ് നമ്മൾ കൊടുത്തു. അതായത് ഒരു സൈഡ് മൊത്തം ഡെബിറ്റും ഒരു സൈഡ് മൊത്തം ക്രെഡിറ്റും ആണ് ലെഡ്ജർ അക്കൗണ്ടിന് നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ അടുത്താണ് ഡേറ്റ്. നമ്മൾ ഏത് കറസ്പോണ്ടിങ് ഡേറ്റിലാണോ ട്രാൻസാക്ഷൻ നടന്നത് ആ ഡേറ്റ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ദെൻ പെർട്ടിക്കുലേഴ്സിൽ അതായത് നമ്മൾ ഏത് എൻട്രി ആണ് അവിടെ എഴുതുന്നത്, അതായത് നമ്മൾ ജേണൽ അക്കൗണ്ടിൽ എഴുതിയ എൻട്രി അത് എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്, ഏത് അക്കൗണ്ട് ആണ് അവിടെ വരിക എന്നാണ് അവിടെ പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്ത് നമുക്ക് നോക്കുമ്പോൾ ജേണൽ ഫോളിയോ. നമ്മൾ നേരത്തെ ജേണൽ വരയ്ക്കുമ്പോൾ അവിടെ LF അഥവാ ലെഡ്ജർ ഫോളിയോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജേണൽ നമ്മൾ എഴുതി അത് ലെഡ്ജറിന്റെ ഏത് പേജ് നമ്പറിലേക്ക് എന്നായിരുന്നു അവിടെ LFൽ എഴുതിയത്. അതേപോലെ തന്നെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജേണലിന്റെ ഏത് പേജ് നമ്പറിലാണ്, ഏത് കോളത്തിലാണ് അത് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഇവിടെ ജേണൽ ഫോളിയോ നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ അവിടെ ബാക്കിയുള്ളത് എമൗണ്ട് കോളാണ്. നമുക്ക് എന്തറിയാം, എത്രയാണോ എമൗണ്ട് ആ ട്രാൻസാക്ഷൻ നടന്നത് ആ എമൗണ്ട് നമ്മളവിടെ എഴുതി കൊടുക്കുക. ഇതാണ് ബേസിക് ആയ നമുക്ക് ലെഡ്ജറിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്ത് നമുക്ക് പറയുന്നു പോസ്റ്റിംഗ് ആണ് അടുത്ത്. അതായത് പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷനെ മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയാം. നോക്കൂ, ഇവിടെ പോസ്റ്റിംഗ് ഫ്രം ജേണൽ. Posting is the process of transferring the entries
ഫ്രം ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ജേണൽ ടു ദ ലെഡ്ജർ. അതായത് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുക തന്നെയാണ് നമ്മളിവിടെ പോസ്റ്റിംഗ് എന്ന് പറയുക. അത് എങ്ങനെയൊക്കെ ആവാം? അത് പോസ്റ്റിംഗ് ഫ്രം ദ ജേണൽ ഈസ് ഡൺ പീരിയോഡിക്കലി, അതായത് ഒരു കാലയളവിൽ കൂടെ ആവാം, അല്ലെങ്കിൽ ചിലപ്പം എന്താ വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ആവാം എന്ത് നമ്മൾ ഇത്തരത്തില് പോസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ പോസ്റ്റിംഗ് നടത്തുക എന്നുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് എൻട്രീസ് തന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് ജേണലിലേക്ക് എഴുതുക, അതേപോലെ ലെഡ്ജറിലേക്ക് എഴുതുക. എങ്ങനെയായിരിക്കാം നമുക്കത് എഴുതാൻ പറ്റുക? നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജേണലിനെ പറ്റി വിശദീകരിച്ച് പഠിച്ചതാണ്. നോക്കൂ, ഇവിടെ ജൂൺ 5 നടന്നൊരു ട്രാൻസാക്ഷൻ ആണ്. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? നമ്മളൊരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂൺ 5 അപ്പൊ ജേണൽ എൻട്രി വരുന്ന സമയത്ത് എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് സാധാരണഗതിയിൽ എന്ത് വരും? അവിടെ ജേണൽ എൻട്രി വരും. അപ്പൊ ജേണൽ എൻട്രി നമ്മൾ ഓക്കെ ആണ് നമുക്ക്. ഇനി ജേണലിൽ നിന്നും ലെഡ്ജറിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ? ഇനി ലെഡ്ജർ എങ്ങനെയാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജേണലിന് എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, ഇവിടെ നമ്മൾ ആദ്യം പോലെ തന്നെ വരച്ചു. ഏത് അക്കൗണ്ടാണ് നമ്മൾ? ക്യാഷ് അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? ക്യാഷ് അക്കൗണ്ട് വരച്ചു, നമ്മൾ ഡെബിറ്റ് കോളം വരച്ചു, ദെൻ ക്രെഡിറ്റ് കോളം നമ്മളിവിടെ കണക്കാക്കി. ദെൻ നമ്മൾ ലെഡ്ജറിന്റെ ഫോർമാറ്റ് നമ്മൾ വരച്ചു. ഏതാണ് ഫോർമാറ്റ്? ടി ഫോർമാറ്റ് അല്ലേ? ടി ഫോർമാറ്റ് നമ്മൾ എടുത്തെഴുതി. അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആയ ടി ഫോർമാറ്റ് നമ്മൾ എടുത്തെഴുതി. ദെൻ നമ്മൾ എന്താണ് ആവശ്യം? ഡേറ്റ് പെർട്ടിക്കുലർ JF എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലർ JF എമൗണ്ട് അത് നമ്മൾ എന്താക്കി? ഇവിടെ എഴുതി. ദെൻ അവിടെ നമ്മൾ ജേണൽ എൻട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ജേണൽ എൻട്രി എഴുതിയ സമയത്ത് എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതിയത്. സോ അവിടെ ക്യാഷ് അക്കൗണ്ട് എന്താ ചെയ്തത്? ഡെബിറ്റ് ആണ് ചെയ്തത് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഈ ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ ഒരു ഭാഗം മൊത്തം എന്താണ്? ഡെബിറ്റ് ആണ്, മറ്റേ ഭാഗം മൊത്തം ക്രെഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ആയത് അല്ലെ? എന്ത് മൂലമാണ് ഡെബിറ്റ് ആയത്? ക്യാപിറ്റൽ മൂലമാണ് ഡെബിറ്റ് ആയിരിക്കുന്നത്. സോ അവിടെ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഏത് മൂലമാണോ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയത് ആ ഒരു കാര്യം നമ്മൾ എഴുതി കൊടുക്കുക. ഏതായിരുന്നു? ക്യാപിറ്റൽ ആണ് നമുക്ക് ആയത് അല്ലെ? ക്യാപിറ്റൽ മുഖാന്തരമാണ് നമുക്ക് എന്ത് ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയത്. സോ നമ്മൾ അവിടെ ക്യാപിറ്റൽ എഴുതി കൊടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് എഴുതി കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. വെരി വെരി സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അത് ക്യാപിറ്റൽ അക്കൗണ്ടിലോ? ക്യാപിറ്റൽ അക്കൗണ്ട് അതേപോലെ കറസ്പോണ്ടിങ് ആയി എന്ത് ചെയ്യും? അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്തത് അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്തത്. എന്ത് മുഖാന്തരം? ക്യാഷ് മുഖാന്തരമാണ് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. സോ അവിടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് നമ്മൾ എഴുതുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ട്രാൻസാക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അത് PNB ബാങ്കിലാണ്. PNB ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ജൂൺ 8. നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എഴുതി. ഇവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ബാങ്ക് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നോക്കാം. നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ബാങ്കിന്റെ എമൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ക്യാഷ് അക്കൗണ്ട് എന്താ ചെയ്തത്? ക്രെഡിറ്റ് ആണ് ചെയ്തത് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തത്. എന്ത് മുഖാന്തരം കൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? ബാങ്ക് അക്കൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് ആയത് അല്ലേ? ബാങ്ക് അക്കൗണ്ട് വന്നുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ആയത്. സോ അവിടെ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയി. എന്ത് മുഖാന്തരം? അതാ ബാങ്ക് മുഖാന്തരം. സോ അവിടെ എന്ത് വന്നു? ക്രെഡിറ്റ് സൈഡില് ബാങ്ക് അവിടെ നമ്മൾ രേഖപ്പെടുത്തി. ഓക്കെ, ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് എന്ത് അക്കൗണ്ടാണ്? ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? ബാങ്ക് അക്കൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ടും ഡെബിറ്റ് സൈഡിൽ എന്ത് വന്നു? ക്യാഷ് അക്കൗണ്ട് വന്നു. ഡെബിറ്റ് സൈഡിൽ എന്ത് വന്നു? ക്യാഷ് അക്കൗണ്ട് വന്നു. ബാങ്കും അതേപോലെ തന്നെ ക്യാഷും കൂടി നടത്തുന്ന അക്കൗണ്ടുകൾ നമ്മൾ കോൺട്രാ എൻട്രികൾ എന്ന് പറയും അല്ലെ? കോൺട്രാ അക്കൗണ്ട് എന്ന് വരും. അത് സ്പെസിഫിക് ആയ ഒരു അക്കൗണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് 2 ജേണൽ എൻട്രികളുടെ, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത 5 എണ്ണത്തിൽ 2 എണ്ണത്തിന് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തു. ബാക്കിയുള്ള ജേണൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ട് വരുന്ന ക്ലാസ്സിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അതേപോലെ ഈ ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കറിയാം CSEBയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ദാ ഇങ്ങ് വന്നെത്തി എന്ന രീതിയിലാണുള്ളത്. അപ്പോൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി നമുക്ക് പഠിച്ചു തുടങ്ങാം നല്ല രീതിയിൽ. സോ അതിനുവേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ CSEBയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾവേസ് സിലബസ് മുഖ്യമാണ്. സിലബസ് മുഖാന്തരമുള്ള റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. കൂടാതെ വിദഗ്ധരായ അധ്യാപകർ നടത്തുന്ന ലൈവ് സെക്ഷൻ, ആ ലൈവ് സെക്ഷനിൽ കൂടെ നിങ്ങൾക്ക് അന്നേരം തന്നെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ മോഡൽ എക്സാംസ്, അതേപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ്, ദെൻ ക്വറി ഹാൻഡ്ലിംഗ്, നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത് അതിന് വിദഗ്ധമായ രീതിയിലുള്ള ടൈം ടേബിള്, കൂടാതെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് CSEBയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു ടോപ്പിക്കായി ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. ബൈ.